എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിൽ അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വിദ്യാഭ്യാസപരമായ അറിയിപ്പുകളും കാര്യങ്ങളെല്ലാം ഇതിലൂടെ നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായി നോക്കാം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം +2 സേ പരീക്ഷയുടെ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ ആണ് ഒഫീഷ്യലായിട്ട്. ഇപ്പോൾ ജൂലൈ 20 അല്ലെങ്കിൽ 21 എന്നൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജൂലൈ 20 നാളെ, ജൂലൈ 21 മറ്റന്നാൾ. അപ്പം എന്തായാലും നാളെയോട് കൂടി തന്നെ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും എന്നൊരു അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ജൂലൈ 20 to 21 പറഞ്ഞത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള ഒരു ഡേറ്റ് ആയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ജൂലൈ 20 to 21 എന്നുള്ളത് ഇത് ഇനി നീണ്ടു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇന്ന് ജൂലൈ മാസം 19 ഇന്ന് ജൂലൈ മാസം 19. ഇപ്പോൾ ഈ +2 സേ ഒക്കെ കാരണം സേ പരീക്ഷയൊക്കെ ഇരിക്കുന്ന കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി എന്ന സ്വപ്നം പ്രതിസന്ധിയിൽ ഘട്ടത്തിൽ കിടക്കുകയാണ്. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി അഡ്മിഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സേ പരീക്ഷ അല്ലെങ്കിൽ ജയിച്ചാൽ മാത്രമാണ് ഇപ്പോൾ +2 ഒരു വിഷയമോ അല്ലെങ്കിൽ 2 വിഷയമൊക്കെ പോയ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിക്ക് ചേരണമെന്ന ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഭയങ്കര പ്രതിസന്ധിയിലാണ്. കാരണം ഈ റിസൾട്ട് വന്ന് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ കുട്ടിക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ ചേരാൻ പറ്റൂ. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് അലോട്ട്മെൻറ്റുകളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, കാലിക്കറ്റ് 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഒരു 2-3 ദിവസത്തിനുള്ളിൽ 3-ാം അലോട്ട്മെൻറ്റ് വരും. MG യൂണിവേഴ്സിറ്റിയിൽ 3-ാം അലോട്ട്മെൻറ്റും കഴിഞ്ഞു. SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലേറ്റ് രജിസ്ട്രേഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ +1 ലെവലിൽ പറയുവാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ലേറ്റ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റ് ഒരു പ്രൊസീജിയർ പോലെ തന്നെയാണ്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതാണെങ്കിൽ നാളെ മുതൽ തുടങ്ങുകയാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ നാളെ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങും. കേരള യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +2 ഒരു വിഷയം അല്ലെങ്കിൽ 2 വിഷയമൊക്കെ പോയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പോകാൻ പറ്റാതെ ഇപ്പോഴും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ റിസൾട്ട് +2 സേ ഓർ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ കടമയാണ്. കാരണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റിസൾട്ട് വന്ന് ജയിച്ചാൽ മാത്രമാണ് അവർക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം പോകാൻ പറ്റൂ. ഞാൻ ഇത്രയും എക്സ്പ്ലെയിനായിട്ട് പറഞ്ഞതിൽ കാര്യം ജൂലൈ 20 അല്ലെങ്കിൽ 21 ഇനി ആ ഡേറ്റ് മാറാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇനി ഈ റിസൾട്ട് ഇങ്ങനെ വൈകിപ്പോയി കഴിഞ്ഞാൽ, ഇനിയും ഈ റിസൾട്ട് ഇങ്ങനെ ഡിലേ ആയിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ സേ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഡിഗ്രിക്ക് പോകാനുള്ള അവരുടെ സ്വപ്നം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രിക്ക് പോകണേ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ ഇനി വൈകി പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇനി വൈകിപ്പോയാൽ ശരിയാവില്ല. കാരണം അങ്ങനെയുള്ള പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനിയും ഈ റിസൾട്ട് വൈകുകയാണെങ്കിൽ ഈ വർഷം അവരുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം സാധൂകരിക്കാൻ, ഈ വർഷം തന്നെ ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ ചേരണമെന്നൊരു ആഗ്രഹം ചിലപ്പോൾ സാധിക്കാത്തൊരു പ്രശ്നത്തിലേക്ക് വരും. ഈ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? result.hsc.kerala.gov.in result.hsc.kerala.gov.in കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളെല്ലാം, റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളെ സമയബന്ധിതമായിട്ട് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് അറിയിക്കും. അപ്പോൾ എന്തായാലും റിസൾട്ട് ഇനി വൈകി പോകാനുള്ള സാധ്യത ഒട്ടും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഇനി വൈകി കഴിഞ്ഞാൽ സേ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി പഠനം പ്രതിസന്ധി ഘട്ടത്തിലാകും. ഇപ്പോഴേ പ്രതിസന്ധി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി 3-ാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷനേ ഉള്ളൂ.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ ആരംഭിക്കും, രജിസ്ട്രേഷൻ ആരംഭിക്കും. കേരള യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി ആരംഭിച്ചു. MG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇനി റിസൾട്ട് വന്നില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധിയിലാണ്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ടെങ്കിൽ നാളെയോ മറ്റന്നാൾ തന്നെയായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ നാളെ തന്നെ വരും എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ പുതിയ കാണുന്നവരെ നമസ്കാരം.